ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസുർ റാബിഅ വൽ ഇശ്റൂൻ, 24-ാം അധ്യായം. ഈ അധ്യായത്തിൽ എണ്ണം ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്യാൻ ആവർത്തിക്കുകയാണ്. പുതുതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. പഠിച്ചത് എണ്ണം ഒന്നും കൂടി നല്ല രീതിയിൽ മനപ്പാടാക്കി വെക്കാൻ നമുക്ക് ഒന്നും കൂടി എണ്ണം ഈ പാഠത്തിൽ പറഞ്ഞുതരാം. പാൽ അദദു, എണ്ണം. 1 ത്വാലിബുൻ വാഹിദുൻ, ഒരു വിദ്യാർത്ഥി. ത്വാലിബാനി ഇസ്നാനി, 2 വിദ്യാർത്ഥികൾ. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് 1ഉം 2ഉം, 2 ഭാഗവും യോജിക്കും, അഥവാ മുദക്കറായിരിക്കും. ത്വാലിബും മുദക്കറാണ്, വാഹിദുനും മുദക്കറാണ്. ത്വാലിബാനി മുദക്കറാണ്, ഇസ്നാനി മുദക്കറാണ്. രണ്ടും പുല്ലിംഗാണ്. 2 ഭാഗവും യോജിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഇനി 3 മുതൽ 10 വരെയോ യോജിക്കൂല. നമ്മൾ പഠിച്ചതാണ്. 3 എങ്ങനെ പറയാം? സലാസത്തു തുല്ലാബിൻ, 3 വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവിടെ തുല്ലാബ് പുല്ലിംഗാണ്, രണ്ടാമത്തെ ഭാഗം. ഷാജിത്തെ ഭാഗമോ സലാസത്തു സ്ത്രീലിംഗാണ്. അപ്പോൾ യോജിക്കൂല. ഇതാണ് 3 മുതൽ 10 വരെ. അപ്പോൾ സലാസത്തു തുല്ലാബിൻ, അർബഅത്തു തുല്ലാബിൻ, ഖംസത്തു തുല്ലാബിൻ, സിത്തത്തു തുല്ലാബിൻ, സബഅത്തു തുല്ലാബിൻ, തമാനിയത്തു തുല്ലാബിൻ, തിസ്അത്തു തുല്ലാബിൻ, അശറത്തു തുല്ലാബിൻ. അങ്ങനെ 3 മുതൽ 10 വരെ 2 ഭാഗവും യോജിക്കൂല. പുല്ലിംഗാണ് എണ്ണപ്പെട്ടതെങ്കിൽ എണ്ണം സ്ത്രീലിംഗായിരിക്കും. അതുകൊണ്ടാണ് താൻ്റെ അടയാളം, സ്ത്രീലിംഗിൻ്റെ അടയാളമുള്ള താ. അപ്പോൾ സലാസത്തു അർബഅത്തു അങ്ങനെ പോകുന്നു, അശറത്തു വരെ. ഇനി ഇപ്പുറം സ്ത്രീലിംഗം നോക്കൂ. സ്ത്രീലിംഗവും ആദ്യത്തെ 1ഉം 2ഉം 2 ഭാഗവും യോജിക്കും. അപ്പോൾ സ്ത്രീലിംഗമാകുമ്പോൾ എല്ലാം സ്ത്രീലിംഗമായിരിക്കും, 2ഉം സ്ത്രീലിംഗമായിരിക്കും. ത്വാലിബത്തുൻ വാഹിദത്തുൻ, കണ്ടോ, 2 ഭാഗവും സ്ത്രീലിംഗമാണ്. ത്വാലിബത്താനി ഇസ്നത്താനി, 2 ഭാഗവും സ്ത്രീലിംഗമാണ്. ഇനി 3 മുതൽ 10 വരെ നോക്കൂ. ഇത് എണ്ണപ്പെട്ടത് സ്ത്രീലിംഗമായതുകൊണ്ട് എണ്ണം പുല്ലിംഗമായിരിക്കും. അപ്പോൾ 2 ഭാഗം യോജിക്കൂല. സലാസു ത്വാലിബാത്തിൻ, അർബഉ ത്വാലിബാത്തിൻ, ഖംസു ത്വാലിബാത്തിൻ, സിത്തു ത്വാലിബാത്തിൻ, സബഉ ത്വാലിബാത്തിൻ, സമാനി ത്വാലിബാത്തിൻ, തിസ്ഉ ത്വാലിബാത്തിൻ, അശ്റു ത്വാലിബാത്തിൻ. 10 വിദ്യാർത്ഥിനികൾ. അപ്പോൾ എണ്ണപ്പെട്ടത് വിദ്യാർത്ഥികളായപ്പം എണ്ണം എന്തായി? എണ്ണെല്ലാം പുല്ലിംഗാണ്. കണ്ടോ, സലാസു അർബഉ, താൻ്റെ അടയാളില്ല, സ്ത്രീലിംഗമല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി 11ഉം 12ഉം, അതും അങ്ങനെ തന്നെ, എല്ലാം യോജിക്കും. അപ്പോൾ 11നും 12നും 3 ഭാഗമുണ്ട്. ആ 3 ഭാഗവും യോജിക്കും. അപ്പോൾ പുല്ലിംഗം നോക്കാം. 11 അഹദ അഷറ ത്വാലിബൻ, എല്ലാം യോജിക്കുകയാണ്. ഇസ്ന അഷറ ത്വാലിബൻ, എല്ലാം യോജിക്കുകയാണ്, 12 വിദ്യാർത്ഥികൾ. അതേപോലെ സ്ത്രീലിംഗവും നോക്കൂ, എല്ലാം യോജിക്കും. സ്ത്രീലിംഗാണ് ഇഹ്ദ. ഇഹ്ദ അഷറത്ത ത്വാലിബത്തൻ, 11 വിദ്യാർത്ഥിനികൾ. ഇസ്നത്ത അഷറത്ത ത്വാലിബത്തൻ, 12 വിദ്യാർത്ഥിനികൾ, എല്ലാം യോജിക്കും. ഇനി 13 മുതൽ 20 വരെ നോക്കൂ. രണ്ടാമത്തെയും മൂന്നാമത്തെയും യോജിക്കും ഭാഗം, ആദ്യത്തെ ഭാഗം യോജിക്കൂല. അപ്പോൾ സലാസത്ത അഷറ ത്വാലിബൻ, 13 വിദ്യാർത്ഥികൾ പുല്ലിംഗം. അപ്പോൾ എണ്ണപ്പെട്ടത് പുല്ലിംഗമായപ്പം അഷറയും ത്വാലിബനും പുല്ലിംഗം തന്നെ. സലാസത്തെയോ അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം യോജിക്കൂല, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗം യോജിക്കും. അപ്പോൾ സലാസത്ത അഷറ ത്വാലിബൻ. പിന്നെ ഇതെല്ലാം മൻസൂബായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും, എല്ലാം ഫത്തഹ്.
സലാസത്ത അഷറ ത്വാലിബൻ, അർബഅത്ത അഷറ ത്വാലിബൻ, ഖംസത്ത അഷറ ത്വാലിബൻ, സിത്തത്ത അഷറ ത്വാലിബൻ, സബഅത്ത അഷറ ത്വാലിബൻ, സമാനിയത്ത അഷറ ത്വാലിബൻ, തിസ്അത്ത അഷറ ത്വാലിബൻ, ഇഷ്റൂന ത്വാലിബൻ. 20 ഇഷ്റൂന, അതിൻ്റെ രൂപം മാറി, ഇഷ്റൂന ത്വാലിബൻ. അപ്പോൾ സ്ത്രീലിംഗം നോക്കൂ, ആദ്യത്തെ ഭാഗം യോജിക്കൂല, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗം യോജിക്കും. അപ്പോൾ ത്വാലിബത്തൻ വിദ്യാർത്ഥിനികൾ സ്ത്രീലിംഗമാണ്. അപ്പോൾ ആ ഭാഗവും രണ്ടാമത്തെ ഭാഗവും അഷ്റത്തെയും യോജിക്കും, സ്ത്രീലിംഗമായിരിക്കും. പക്ഷെ ആദ്യത്തെ ഭാഗം സലാസ യോജിക്കൂല, അത് പുല്ലിംഗമായിരിക്കും. അപ്പോൾ സലാസ അഷ്റത്ത ത്വാലിബത്തൻ, എല്ലാം മബ്നിയാണ്, എല്ലാം മൻസൂബായിരിക്കും, ഫത്തഹായിരിക്കും. അർബ അഷ്റത്ത ത്വാലിബത്തൻ, ഖംസ അഷ്റത്ത ത്വാലിബത്തൻ, സിത്ത അഷ്റത്ത ത്വാലിബത്തൻ, സബ അഷറത്ത ത്വാലിബത്തൻ, സമാനി അഷറത്ത ത്വാലിബത്തൻ, തിസ്അ അഷറത്ത ത്വാലിബത്തൻ. 20 20 വിദ്യാർത്ഥിനികൾ, അത് ഇഷ്റൂന തന്നെ. മുദക്കറായാലും മുഅന്നസായാലും ഇഷ്റൂന. ബാറക്കല്ലാഹു ഫീക്കും. ഇത് നമ്മൾ പഠിച്ചതാണ്, ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ഈ പാഠത്തിൽ.